ചെന്നൈ നേരം പുലർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സജീവമാകുന്ന ദക്ഷിണേന്ത്യൻ നഗരം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹാനഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചെങ്കിലും ഇന്നും ഇവിടുത്തെ കെട്ടിടങ്ങൾ പഴമയുടെ തനിമ നിലനിർത്തിപ്പോരുന്നു. ചെന്നൈ നഗരത്തിലെത്തി ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചാൽ പഴമയുടെ തനിമ നിലനിർത്തുന്ന നിരവധി കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സിനിമ എന്ന മായാലോകത്തെ തേടി ചെന്നൈ എന്ന പഴയ മദ്രാസ് പട്ടണത്തിലേക്ക് വണ്ടി കയറിയവരും നിരവധിയാണ്. കാലങ്ങളേറെ മാറിയിട്ടും പഴമയുടെ തനിമ നിലനിർത്താൻ പഴയ മദ്രാസ് പട്ടണം മറന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈ നഗരത്തെ അടുത്തറിയാൻ ഞങ്ങൾ നടത്തിയൊരു യാത്ര പരാജയപ്പെട്ടിരുന്നു. അന്നു മുതൽ മനസ്സിൽ കയറിക്കൂടിയ ആഗ്രഹമാണ് ചെന്നൈ എന്ന മഹാനഗരത്തെ ഒന്ന് അടുത്തറിയുക എന്നുള്ളത്. ചെന്നൈ നഗരത്തിൻ്റെ ഈ തിരക്കുകൾക്കിടയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ എങ്ങനെയും ഞങ്ങൾ ജീവിക്കും എന്ന് കാട്ടിത്തരുന്ന ഒരു പറ്റം സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. നിരത്തുകൾ സജീവമാവുന്നതേ ഉള്ളൂ. പുലർകാലെ ചെന്നൈ നഗരത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാനായി ഇറങ്ങിയതാണ് ഞങ്ങൾ. നിരത്തുകളിലെങ്ങും പഴമയുടെ തനിമ നിലനിർത്തുന്ന കെട്ടിടങ്ങളും അതുപോലെ തന്നെ ശില്പങ്ങളും മറ്റും കാണാൻ സാധിക്കും. കടലിൻ്റെ തിരമാലകൾ മുട്ടിവിളിക്കുന്ന പ്രഭാതമാണ് ചെന്നൈ നഗരത്തിന്. ഈ മനോഹരമായ കടൽ തീരത്ത് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന രണ്ട് മനുഷ്യരുടെ സ്മൃതി മണ്ഡപമുണ്ട്. തമിഴ്നാട് ജനത മുഴുവൻ അക്ഷരം തെറ്റാതെ അമ്മ എന്ന് വിളിച്ച പുരട്ചി തലവി ജയലളിതയുടെയും അതുപോലെ തന്നെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന MGRൻ്റെയും സ്മൃതി മണ്ഡപമാണ് ഇവിടെയുള്ളത്. ചെന്നൈ നഗരത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കേണ്ടത് ഇവിടെ നിന്ന് തന്നെയാണ്. കാരണം തങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് ജനഹൃദയങ്ങളെ കീഴടക്കിയ രണ്ട് മനുഷ്യർ ഇവിടെ ഉറങ്ങുന്നു.
മരിച്ചിട്ടും മരണമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു അണയാത്ത തിരുനാളമായി ഇന്നും ഇവർ തമിഴ്നാട് ജനതയുടെ മനസ്സിൽ ജീവിക്കുന്നു. മനസ്സുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ജനത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയെയും മറക്കില്ല എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നും അണയാത്ത തിരുനാളം കൊളുത്തിവെച്ച് തമിഴ്നാട് ജനത ഇവരെ ആദരിക്കുന്നു. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.